ഹലോ ഗൈസ്, എന്തായാലും ഇന്ന് എല്ലാവർക്കും വിഷുവിൻ്റെ തിരക്കായിരിക്കും അല്ലേ? കാരണം ഇന്ന് നമുക്ക് വിഷുവിന് സാധനങ്ങൾ വാങ്ങിക്കണം. സാധനക്കടക്കാർക്കാണെങ്കിൽ അത് വലിയൊരു ലാഭമാണ്. കാരണം അതായത് കച്ചവടമാണ്. എന്താ പറയുക, പഴങ്ങളെല്ലാം വാങ്ങിക്കാൻ കടയിലല്ലേ ചെല്ലുന്നത്. വേറെ വല്ല കടയിൽ ചെല്ലാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിന് ലേറ്റ് ആയതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പുറത്തൊരു മരിപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ രാവിലെ ഇടാഞ്ഞത്. പിന്നെ ഞാൻ വിചാരിച്ചെന്നെങ്കിൽ വൈകിട്ടത്തെ വിഷുവിന് സാധനങ്ങൾ വാങ്ങിക്കുമല്ലോ, അപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വാങ്ങിച്ചത് എന്താ പറയുക, ഞാനല്ല അച്ഛനെ കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഞാൻ അടുക്കി വെക്കാൻ നേരം നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ കണിക്കൊന്ന വെച്ചിട്ടുണ്ട്. കണിക്കൊന്ന എൻ്റെ ഫേവറേറ്റ് സാധനമുണ്ട്. പൂക്കളിലല്ല, കണിക്കൊന്ന എനിക്കിഷ്ടമുള്ള സാധനമാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ഇതെന്ത്, ഈ ചക്കക്ക് ഒരു വളവ്, അതെന്തേലും ആയിട്ട്. ആ ചക്കക്ക് വളവ് എന്താണെന്ന് ആ ചക്കയുടെ തന്നെ ഇരിക്കണം. അപ്പോൾ ആ ചക്ക വാങ്ങിച്ചു. പിന്നെ ചക്ക എന്ന് പറയുമ്പോൾ പൈനാപ്പിൾ. പിന്നെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ, അതുകൊണ്ട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. എന്താണ്, പടവളങ്ങ, വെള്ളരിക്ക, അങ്ങനെ പറയും. പിന്നെ മുന്തിരി, പിന്നെ എന്താ പറയുക, കൃഷ്ണനെ വിഷമിക്കാതിരിക്കാൻ കണ്ണാടി, ഇതൊക്കെ വേണമായിരുന്നു. പക്ഷെ അതൊന്നും വാങ്ങിച്ചോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞൂടാ. അമ്മ വരുമ്പോൾ കൊണ്ടുവരുമായിരിക്കും. എന്തായാലും ഞാൻ വൈകിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട് വിഷുവിന് എല്ലാ സാധനമൊക്കെ സെറ്റാക്കുന്നത്. അതെന്തായാലും നിങ്ങൾ കാണാതെ പോരുത് കേട്ടോ. ചിലപ്പോൾ ഞാൻ നാളെ ഇടത്തുള്ളൂ, ചിലപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഇടും. എൻ്റെ ഒരു ഊഹം പോലെ ഇരിക്കും. പിന്നെ കൃഷ്ണന് വാടിയ പൂ വെക്കാതെ നല്ല അടിപൊളി പൂ വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു കലം നിറച്ച് എൻ്റെ അച്ഛാമ്മ കൊണ്ട് വെള്ളം തന്നു. അത് ഞാൻ അതേ കണക്ക് തന്നെ ആ പൂ എടുത്ത് അതേ കണക്ക് തന്നെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചധികം ബാക്കി കൂടെ കാണിച്ച് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു ആപ്പിള്, ഒരു ഓറഞ്ച്, ഒരു മധുരം, പിന്നെ എന്താ പറയുക മാങ്ങ, പിന്നെ കുറച്ച് മുന്തിരി. ഇതൊക്കെയാണ് നമ്മുടെ നിലവിൽ നിൽക്കുന്ന സാധനങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കുറച്ച് സാധനം, പഴം. പിന്നെ അരിപ്പൊടി ആരെങ്കിലും വെക്കാറുണ്ടോ? എനിക്കറിഞ്ഞൂടാ കേട്ടോ. അരിപ്പൊടി എൻ്റെ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത് ഇവിടത്തേക്കാണോ അത് വേറെ കൃഷ്ണന് വെക്കാനാണോ എനിക്കറിയത്തില്ല. പിന്നെ ക്യാരറ്റ്, തക്കാളി, പിന്നെ പച്ചപ്പഴമാണ് കേട്ടത്. പിന്നെ നമ്മുടെ എന്താ പറയുക, വെള്ളരിക്കയാണെന്ന് തോന്നുന്നു. വെള്ളരിയാണ്. പിന്നെ പടവളങ്ങയാണ് നേരത്തെ എഴുതേണ്ടത്. പിന്നെ പംകിൻ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, അരിപ്പൊടി. പിന്നെ യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്താ പറയുക, ഇതിന് കണിക്ക് വെക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതറിയാമെങ്കിൽ പറയാം കേട്ടോ. ചിലപ്പോൾ അച്ഛൻ ഇവിടത്തേക്ക് വാങ്ങിച്ചായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഷു കണിയിലേക്ക് ഉള്ള സാധനം. ഇന്നത്തേക്ക് ഇത്ര അടച്ചിട്ടില്ല.